ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ കഥകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് അഭിമന്യുവിൻ്റെയും ഉത്തരയുടെയും പുത്രനായ പരീക്ഷിത്തിൻ്റെ കഥയാണ് പറഞ്ഞത്. പരീക്ഷിത്ത് ഉത്തരയുടെ ഗർഭത്തിൽ വെച്ചു തന്നെ മരണപ്പെട്ടിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്താലാണ് ആ കുഞ്ഞിന് ജീവനുണ്ടായത്. അതല്ലെങ്കിൽ അശ്വത്ഥാമാവ് അയച്ച ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ആ കുഞ്ഞിനെ ജീവനോടെ രക്ഷപ്പെടുത്തി എടുത്തത് സാക്ഷാൽ വൈകുണ്ഠപതിയായ മഹാവിഷ്ണുവാണ്. ആ കുഞ്ഞാണ് വിഷ്ണുരാധൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. പരീക്ഷിത്ത് എന്നൊരു പേര് കൂടി ലഭിച്ചു. എന്തുകൊണ്ടാണ് അശ്വത്ഥാമാവ് ആ ബ്രഹ്മാസ്ത്രം തിരിച്ചെടുക്കാതിരുന്നത്? അതായത് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം അയച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിനായി അർജുനനും ബ്രഹ്മാസ്ത്രം അയച്ചു. പക്ഷേ ദേവന്മാരുടെ എല്ലാം അപേക്ഷ മാനിച്ചിട്ട് അർജുനൻ താൻ അയച്ച ബ്രഹ്മാസ്ത്രം പിൻവലിച്ചു. പക്ഷേ അശ്വത്ഥാമാവ് പിൻവലിച്ചില്ല. അതിൻ്റെ കാരണം അശ്വത്ഥാമാവിന് ബ്രഹ്മാസ്ത്രം അയക്കുവാൻ മാത്രമേ അറിയത്തുള്ളൂ, പിൻവലിക്കുവാൻ അറിയില്ല. അതിന് കാരണം ഈ അശ്വത്ഥാമാവിന് വലിയ അസൂയയായിരുന്നു. ദ്രോണാചാര്യരുടെ പുത്രനാണ് അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവിന് എപ്പോഴും അർജുനനോട് അസൂയയായിരുന്നു. തൻ്റെ പിതാവ് അർജുനനെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ, അർജുനന് കൂടുതൽ യുദ്ധതന്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത എപ്പോഴും അശ്വത്ഥാമാവിന് ഉണ്ടായിരുന്നു. അതുകൂടാതെ എപ്പോഴും അർജുനനോട് അസൂയയും ഉണ്ടായിരുന്നു. നിരന്തരം തൻ്റെ പിതാവായ ദ്രോണാചാര്യരെ ഇതും പറഞ്ഞ് കുറ്റപ്പെടുത്തുമായിരുന്നു. എന്നിട്ട് എല്ലാം എനിക്കും പഠിക്കണം എന്നുള്ള ഒരു ദുരാഗ്രഹം എപ്പോഴും അശ്വത്ഥാമാവിന് ഉണ്ടായിരുന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി എല്ലാ വിദ്യകളുടെയും പകുതി അശ്വത്ഥാമാവ് പഠിച്ചു. പക്ഷെ അർജുനൻ അതീവ ബുദ്ധിശാലി ആയതുകൊണ്ട് എല്ലാ വിദ്യകളും മനഃപ്പാഠമാക്കി പഠിച്ചു. വേണ്ട വിധത്തിൽ അതിൻ്റെ എല്ലാ അർത്ഥത്തോടു കൂടി പഠിച്ചു. എങ്കിലും അശ്വത്ഥാമാവ് തൻ്റെ ആ അസൂയയും ആർത്തിയും കൊണ്ട് എല്ലാം ഇങ്ങനെ പഠിച്ചു എങ്കിലും പൂർണ്ണമായും ഒന്നും പഠിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ബ്രഹ്മാസ്ത്രം അശ്വത്ഥാമാവിന് തിരിച്ചെടുക്കുവാൻ സാധിക്കാഞ്ഞത്. ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട്, അസൂയയുള്ളവൻ ഒരു ജന്മം പാമ്പായി ജനിക്കും എന്ന്. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അതായത് പരീക്ഷത്തിന്റെ കഥ. എന്നിട്ട് സൂതൻ ശൗനക മുനിയോടും അവിടെയുള്ള മറ്റ് സന്യാസിമാരോടും എല്ലാവരോടും കൂടി വീണ്ടും ഭാഗവതത്തിന്റെ ആദ്യ ഭാഗങ്ങൾ പറയുകയാണ്. അതായത് കുരുക്ഷേത്ര യുദ്ധം, ഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് വിതുരർ ഒരു തീർത്ഥാടനത്തിന് പോയി. അതിനു കാരണം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് വിതുരരും ദുര്യോധനനും തമ്മിൽ ഒരു വഴക്കുണ്ടാകുന്നു. ദുര്യോധനൻ ധിക്കാരപൂർണമായി വിതുരരോട് പെരുമാറുന്നു. വിതുരർക്ക് വളരെയധികം സങ്കടവും ദേഷ്യവും ഒക്കെ വന്നിട്ട് അദ്ദേഹം ഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു തീർത്ഥാടനത്തിന് പോയി. അങ്ങനെ യമുനാ നദിയുടെ തീരത്ത് വെച്ച് ഉദ്ധവരാണ് ഭാരത യുദ്ധം എങ്ങനെ അവസാനിച്ചു എന്നുള്ള കാര്യമൊക്കെ വിതുരർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ വിവരങ്ങളും അറിഞ്ഞതിന് ശേഷം മൈത്രേയ മഹർഷിയിൽ നിന്ന് ഭഗവത് തത്വം അറിഞ്ഞതിനു ശേഷം വിതുരർ ഹസ്തിനപുരിയിലേക്ക് തിരിച്ചെത്തുന്നു.
എന്നിട്ട് കുറച്ചു ദിവസം അവിടെ താമസിച്ചു. അതിനുശേഷം വിതുരര് ധൃതരാഷ്ട്രരെ കാണാനായിട്ട് പോകുന്നു. എന്നിട്ട് വിതുരരുടെ ഉപദേശം അനുസരിച്ചിട്ടാണ് ധൃതരാഷ്ട്രരും ഗാന്ധാരിയും, അക്കൂട്ടത്തിൽ കുന്തി ദേവിയും ഉണ്ടായിരുന്നു, എല്ലാവരും കൂടി കാട്ടിലേക്ക് പോകുന്നത്. അവിടെ താമസിക്കുന്ന അവസരത്തിലാണ് ഒരു കാട്ടുതീയിൽപ്പെട്ട് ധൃതരാഷ്ട്രരും കുന്തി ദേവിയും ഗാന്ധാരിയും വെന്തു മരിക്കുന്നത്. അതിനുശേഷം വിതുരർ അവധൂതനായി കാട്ടിൽ കഴിഞ്ഞു എന്ന് ഭാഗവതം വിശദമായി പറയുന്നു. അങ്ങനെ ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കുന്തി ദേവിയും എങ്ങനെ മരിച്ചു, വിതുരർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം സൂതൻ ശൗനകാദി മഹർഷിമാർക്ക് പറഞ്ഞുകൊടുത്തു. ഇതെല്ലാം കേട്ടതിനു ശേഷം ശൗനകൻ വീണ്ടും ചോദിക്കുകയാണ്, അങ്ങ് പറയൂ മഹർഷി, പരീക്ഷത്തിന്റെ കിരീടധാരണം ഏതു സാഹചര്യത്തിലാണ് നടന്നത്? അപ്പോൾ സൂതൻ പറയുകയാണ്, മഹാഭാരത യുദ്ധം കഴിഞ്ഞു, യുധിഷ്ഠിരൻ രാജാവാകുന്നു. അങ്ങനെ ജനങ്ങൾക്ക് വളരെ ക്ഷേമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭരണമാണ് പിന്നീട് നടന്നത്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് ഒരു ദിവസം ദ്വാരകയിൽ നിന്ന് ഒരാൾ വരികയും എത്രയും പെട്ടെന്ന് അർജുനൻ അങ്ങോട്ടേക്ക് ചെല്ലാൻ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത പറയുകയും ചെയ്തു. അങ്ങനെ ഭഗവാൻ വിളിച്ചതനുസരിച്ചിട്ട് അർജുനൻ ദ്വാരകയിലേക്ക് പോകുന്നു. അർജുനൻ തിരിച്ചെത്തേണ്ടുന്ന സമയം കഴിഞ്ഞു, പക്ഷേ എത്തിയിട്ടില്ല. ആ സമയത്ത് ചില ദുർനിമിത്തങ്ങൾ കാണുന്നു. യുധിഷ്ഠിരന് വല്ലാത്ത ഒരു ആധിയായി. അങ്ങനെ യുധിഷ്ഠിരൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ അർജുനൻ അവിടേക്ക് വരികയാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് കൂടിയാണ് അർജുനൻ എത്തിച്ചേർന്നത്. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ അന്ധാളിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ അർജുനന്റെ മുഖത്തേക്ക് നോക്കുന്നു. അപ്പോൾ കരഞ്ഞുകൊണ്ട് അർജുനൻ സകല വിവരങ്ങളും യുധിഷ്ഠിരനോട് പറയുന്നു. അതായത് യദുകുലം നശിച്ചിരിക്കുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞു, ജ്യേഷ്ഠനായ ബലരാമൻ ഈ ഭൂമിയിൽ ഇല്ല, യദുകുലം നശിച്ചു, ദ്വാരക സമുദ്രത്തിന്റെ അടിയിലായി. അതായത് ദ്വാരകയെ സമുദ്രം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആരും അവശേഷിക്കുന്നില്ല. അവശേഷിച്ച കുറച്ചു വൃദ്ധരെയും കുട്ടികളെയും സ്ത്രീകളെയും കൂട്ടിക്കൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് താൻ വന്നു എന്നും അനിരുദ്ധന്റെ പുത്രനായ വജ്രനെ അവരുടെ രാജാവായി വാഴിച്ചു എന്നും ഉള്ള വിവരം അർജുനൻ യുധിഷ്ഠിരനോട് പറയുന്നു. ഇത് കേട്ടതും പാണ്ഡവർ, അതായത് അർജുനന്റെ വാക്കു കേട്ടതും യുധിഷ്ഠിരനും ഭീമനും നകുലനും സഹദേവനും ദ്രൗപദിയും എല്ലാവരും കരഞ്ഞു കരഞ്ഞ് ബോധം കെട്ട് നിലത്തു വീണു. അവസാനം ബോധത്തിൽ നിന്ന് ഉണർന്ന അവർ ഒരു തീരുമാനമെടുക്കുന്നു, വളരെ ശക്തമായ തീരുമാനം. അതായത് ഈ ഭൂമിയിൽ അവരെ നിലനിർത്തിയിരുന്ന ഏക ഒരു ആശ്രയം അത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഭഗവാനെ ആശ്രയിച്ചാണ് അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. ഭഗവാൻ ഇല്ലാതെ അവർക്കിനി ഭൂമിയിൽ ജീവിക്കണ്ട, ഇനി ഞങ്ങൾക്ക് ജീവിക്കണ്ട, ഭഗവാൻ ഇല്ലാത്ത ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ജീവിക്കണ്ട എന്ന ഒരു തീരുമാനം അവർ എടുക്കുന്നു. അതിനുശേഷം അവര് ഏക അവകാശിയായ പരീക്ഷത്തിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. കാരണം പാണ്ഡവർക്ക് മക്കളില്ല, മക്കളെ എല്ലാവരെയും അശ്വത്ഥാമാവ് കൊന്നുകളഞ്ഞു. ഇനി അവശേഷിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ സംരക്ഷിച്ച അഭിമന്യുവിന്റെ പുത്രൻ വിഷ്ണുരാധൻ എന്ന പരീക്ഷിത്താണ്. കൊച്ചുമകനാണ്. ആ ചെറുമകനെ രാജ്യം ഏൽപ്പിച്ചിട്ട് ദ്രൗപദിയോടൊപ്പം 5 പേരും വടക്കു ദിക്കു നോക്കി യാത്രയായി. ഇനി
തിരിച്ചു വരണ്ട എന്ന ഉറച്ച തീരുമാനത്തിലാണ് അവർ യാത്രയാകുന്നത്. ഇവിടെ അനിരുദ്ധനെ പറ്റി പറഞ്ഞു. ആരാണ് അനിരുദ്ധൻ? ഭഗവാൻ ശ്രീകൃഷ്ണനും രുക്മിണിക്കും ഒരു പുത്രനുണ്ട്. ആ പുത്രന്റെ പേരാണ് പ്രദ്യുമ്നൻ. പ്രദ്യുമ്നന്റെ പുത്രനാണ് അനിരുദ്ധൻ. അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചെറുമകൻ. അനിരുദ്ധൻ ആരെയാണ് വിവാഹം കഴിച്ചത്? അനിരുദ്ധൻ അസുര ചക്രവർത്തിയായിരുന്ന മഹാബലിയുടെ 100 പുത്രന്മാരിൽ കേമനായിരുന്ന ബാണന്റെ പുത്രി ഉഷയെയാണ് വിവാഹം കഴിച്ചത്. ആ അനിരുദ്ധന്റെ പുത്രനായ വജ്രനെയാണ് അർജുനൻ ശേഷിച്ച ദ്വാരകാ നിവാസികളുടെ രാജാവായി അഭിഷേകം ചെയ്തത്. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് കഥാപാത്രങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോ കഥാപാത്രവും അവരാരാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാളെ നമുക്ക് പരീക്ഷിത്തിന്റെ കഥ, അതായത് പരീക്ഷത്തിന് ഒരു ശാപം കിട്ടുന്നു, പരീക്ഷത്തിന്റെ ഒരു ശിക്ഷ, പിന്നീട് പരീക്ഷിത്ത് ആ ശാപം മാറുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഇങ്ങനെയുള്ള ഈ കാര്യത്തോടു കൂടി ഭാഗവതത്തിന്റെ പ്രഥമ സ്കന്ധം അത് അവസാനിക്കും. അത് നമുക്ക് അടുത്ത ദിവസം പറയാം. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.